സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ലപോലെ മൈലേജ് നൽകുന്ന 4 സ്കൂട്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് അവസാനം വരെ എല്ലാവരും കാണുക. പുതിയതായിട്ട് വീഡിയോ ആണെന്ന് എല്ലാ വ്യൂസും മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നമ്മൾ ഈ വീഡിയോക്ക് ഒരു 5000 ലൈക്സ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റേസ് ഹൈബ്രിഡ് മോഡലാണ്. ഇതൊരു ബാറ്ററി പ്ലസ് പെട്രോൾ എഞ്ചിനിൽ വർക്ക് ചെയ്യുന്നൊരു ഹൈബ്രിഡ് സ്കൂട്ടറാണ്. ഇതിൻ്റെ ലൈറ്റ്സ് എല്ലാം വരുന്നത് HID ഹെഡ്ലൈറ്റ്സ് ആണ്, LED ഹെഡ്ലൈറ്റ്സ് എന്നൊക്കെ പറയാം നമുക്ക്. പിന്നെ ഇതിന് നമ്മുടെ സേഫ്റ്റിക്കായിട്ട് നെക്കിൾ ഗാർഡ്സ്, അതുപോലെ തന്നെ സ്കൂട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡലോട്ട് അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. 6 സ്പോക്ക് ലൈറ്റ് ആയിട്ടുള്ള എയറോഡൈനാമിക് ആയിട്ടുള്ള അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഫ്രണ്ട് മഡ് ഗാർഡ് മെറ്റലാണ്, ഫൈബർ അല്ല. സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളി ഡിസൈനാണ് സ്കൂട്ടറിന് കൊടുത്തേക്കുന്നത്. അത് അതിൻ്റെ പ്ലാറ്റ്ഫോം ആയാലും ഫ്രണ്ടിലെ പോർഷൻസ് ആയാലും എല്ലാം തന്നെ. ഗ്രൗണ്ട് ക്ലിയറൻസ് 145 mm ആണ് വരുന്നത്. വീൽ ബേസ് 1280 ആണ്. ആകെ 98 കിലോ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ ഈ സെഗ്മെൻറ്റിൽ. പിന്നെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈൻഡ് മോഡലൊക്കെ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. മീറ്റർ വരുന്നത് ഡിജിറ്റലായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ആപ്പായിട്ട് കണക്ട് ചെയ്താൽ കോൾ, SMS, അതുപോലെ വാട്സപ്പ്, നാവിഗേഷൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ മീറ്ററിൽ കാണിക്കും. ഉള്ള ഫ്യൂൽ വെച്ചിട്ട് എത്ര കിലോമീറ്റർ ഓടും, പിന്നെ ലാസ്റ്റ് റണ്ണിൽ എത്ര മൈലേജ് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സ്കൂട്ടറിൻ്റെ മീറ്ററിൽ കാണിക്കുന്നുണ്ട്. സ്കൂട്ടറിന് സീറ്റ് ഹൈറ്റ് 785 mm ആണ്. പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി 5.2 ലിറ്ററാണ് വരുന്നത്. സീറ്റിന് താഴെയുള്ള സ്റ്റോറേജ് 21 ലിറ്ററാണ്. ഒരു ഹെൽമെറ്റും പിന്നെ അത്യാവശ്യം ബാക്ക് പാക്ക് വെച്ചാൽ തന്നെ വേറെ വിഷയങ്ങളൊന്നും വരില്ല. ഹൈബ്രിഡ് ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയുടെ എഞ്ചിൻ 125 cc ആണ് സ്കൂട്ടറിന് വരുന്നത്. 8.2 bhp പവർ വരും. 10.2 Nm ടോർക്ക് വരും. ടോപ്പ് സ്പീഡ് 91 km ആണ്. മൈലേജ് ഹെവിയാണ്. 65-70 ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ബാക്ക് ടെയിൽ ലൈറ്റ്സ് വരുന്ന ഹാലജൻ ബൾബ്സ് ആണ്. പിന്നെ FC പോലത്തെ ബാക്ക് ഇൻഡിക്കേറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബാരൽ ടൈപ്പ് അല്ലെങ്കിൽ ഒരു റോബോട്ടിക് ആമിൻ്റെ ഡിസൈനിലുള്ള ഹൈ ക്വാളിറ്റി ഫൈബറിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈലൻസറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മൈലേജ് സെൻറ്റേർഡ് ആണ്. എന്നാലും നമുക്കൊരു അർബൻ ക്രൂസിങ് സിറ്റിയിലൊക്കെ ഡെയിലി യൂസിന് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്കൂട്ടറാണ്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ഏകദേശം 1,06,000-നും 1,20,000 ഇടയിലാണ് ഇതിൻ്റെ മോഡൽസിൻ്റെ പ്രൈസിങ് വരുന്നത്. അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ യമാഹയുടെ ഷോറൂമിൽ നമ്മൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്യേണ്ടി വരും. രണ്ടാം സ്ഥാനത്ത് വരുന്ന സ്കൂട്ടർ TVSൻ്റെ ഒരു സ്കൂട്ടറാണ്. ജുപ്പിറ്ററിൻ്റെ 110 cc സ്റ്റാൻഡേർഡ് മോഡലാണ് നമ്മൾ കൊണ്ടുവന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് എല്ലാം വരുന്നത് ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും ഇതുപോലെ തന്നെ ഹാലജൻ ബൾബ്സാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മഡ് ഗാർഡ് വരുന്നത് നല്ല അടിപൊളി ഹാർഡ് മെറ്റലാണ്. മഡ് ഗാർഡിൻ്റെ ഗാർഡും റബ്ബറിൻ്റെ ഗാർഡും വെച്ചിട്ടുണ്ട്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. 12 ഇഞ്ച് ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസ് വരും. മാറ്റ് ബ്ലാക്ക് കളറിലുള്ള ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട്. പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡലിൽ എപ്പോഴും 130 mm ഡ്രം ബ്രേക്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുക. അതിൻ്റെ മോഡൽസ് വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്സ് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സസ്പെൻഷനും റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട്. പിന്നെ UBS ബ്രേക്കിംഗ്, കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരു ഗ്യാസ് സിലിണ്ടർ സുഖമായിട്ട് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പോകും. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരും. ക്ലിയറൻസ് വരും 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നത്. വീൽ ബേസ് 1275, ആകെ 107 കിലോ ആണ് ഇതിൻ്റെ വെയിറ്റ് വന്നത്. നമ്മൾ മറ്റൊരു വീഡിയോ പറഞ്ഞല്ലോ, ആക്റ്റീവയുടെയും ഇതിൻ്റെയും വെയിറ്റ് സെയിം ആണ്. പിന്നെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഇതാണ് കോക്ക്പിറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. ഇടത്തെ സൈഡിൽ നമുക്കൊരു USB പോർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ മൊബൈൽ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ഇടാനുള്ള ഒരു സ്റ്റോറേജ് പോർഷനും ഇടത്തെ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ 3 കിലോ വെയിറ്റ് താങ്ങാവുന്ന 2 ഹുക്സ് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു ഹുക്ക് വരണം സീറ്റിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. ട്രഡീഷണൽ ആയിട്ടുള്ള കീ ആണ് എപ്പോഴും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം ഗ്ലോസി ബ്ലാക്ക് കളറിലാണ്. ഇതിൻ്റെ ഗ്രിപ്പ് അതുപോലെ തന്നെ ഹാൻഡിൽ ബാർസ് എല്ലാം ഹെവി ക്വാളിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. യാതൊരു കോംപ്രമൈസും കമ്പനി കൊടുത്തിട്ടില്ല. സിമ്പിളായിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും എല്ലാത്തിലും കൊടുത്തേക്കുന്നത്. പിന്നെ ബ്രേക്ക് ലോക്കും വരുന്നുണ്ട്. ഇത് അനലോഗ് മീറ്ററാണ് ഈ മോഡൽ. ഇതിലാകുമ്പോൾ ഇക്കോണമി അതുപോലെ തന്നെ പവർ മോഡിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ സിമ്പിളായിട്ട് ഇൻഡിക്കേറ്റേഴ്സ്, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ്, സ്പീഡോമീറ്റർ, ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മ് ബ്രൈറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഈ അനലോഗ് മീറ്ററിൽ വരുന്നത്. ഡിജിറ്റൽ മീറ്റർ ആകുമ്പോൾ ഒത്തിരി ഫീച്ചേഴ്സ് വരും. അത് ZX മോഡലിൽ നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ഡിജിറ്റൽ മീറ്റർ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇതാണ് എൻ്റെ സീറ്റ് വരുന്നത്. 765 mm ആണ് സീറ്റിൻ്റെ ലെങ്ത്ത് വന്നത്. ഫ്യൂൾ ടാങ്ക് 6 ലിറ്റർ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ലൊരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇതാണ്. അണ്ടർ സീറ്റ് സ്റ്റോറേജ് വന്നത് 21 ലിറ്ററാണ്. അത് കോമൺ ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഈ ജുപ്പിറ്റർ 110 cc കാണ്ടോ.
ഇതാണ് അതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. ഒരു ഹെൽമെറ്റും ഒരു ബാക്ക് പാക്ക് ഇരുന്നാൽ തന്നെയും ബാക്കി സ്പേസ് നമുക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ താഴെ റെഡ് കളറിൽ കാണുന്നതാണ് OBD2 സെൻസറിൻ്റെ സ്കാനർ കുത്താനുള്ള USB കുത്താനുള്ള പോർഷനാണ്. അതിന് തൊട്ടിപ്പുറത്ത് നിർത്തി കാണുന്നതിന് ചേസ് നമ്പറാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സ്കൂട്ടറിന് ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണലാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ അവിടുന്ന് സ്വിച്ച് അല്ലെങ്കിൽ നമ്മുടെ കീ ബട്ടൺ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. E20 ഫ്യൂൽ സപ്പോർട്ടറുകളാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ഫ്യൂൽ 20% എത്തനോളുള്ള ഫ്യൂലും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ബാക്ക് ടൈൽ ലൈറ്റ്സ് വരുന്നത് ഹാലജൻ ബൾബ്സ് ആണ്. അത് പക്ഷേ അത് കണ്ടാൽ LED ലുക്ക് വരുന്നുണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് ക്ലാമ്പ് ചെയ്യുന്നത്. എന്താണ് നല്ല വലിപ്പത്തിലുള്ള ഒരു അടിപൊളി മഡ് ഗാർഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ജുപ്പിറ്ററിൻ്റെ അടിപൊളി ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഒരു സിംഗിൾ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാവുന്നൊരു ഫുഡ് റെസ്റ്റ് വരും. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കിക്കറും സ്കൂട്ടറിൽ അവൈലബിൾ ആണ്. 109 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി. 7.8 bhp-യും 8.8 Nm ടോർക്ക് വരുന്നത്. ടോപ്പ് സ്പീഡ് 85 km. കിടിലം മൈലേജാണ്. 60-65 ഇടയിലുള്ള സൂപ്പർ മൈലേജ് ജൂപ്പിറ്റർ നമുക്ക് കിട്ടുന്നുണ്ട്. 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന അടിപൊളി സ്പ്രിംഗ് ലോഡഡ് ബാക്ക് സസ്പെൻഷനാണ് ജൂപ്പിറ്റർ വരുന്നത്. അതുപോലെ തന്നെ എയർ ഫിൽറ്ററാണ്. എയർ കൂൾഡ് എഞ്ചിനാണ് സ്കൂട്ടറിനുള്ളത്. അതുകൊണ്ടാണ് എയർ ഫിൽറ്റർ അവിടെ വന്നിരിക്കുന്നത്. പിന്നെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെളി വെള്ളമൊന്നും അടിച്ചേരാതിരിക്കാനുള്ള ഫുള്ളി ഗാർഡഡ് ആണ്. ഒരുപാട് ചെറിയ ചെറിയ മഡ് ഫ്ലാപ്സ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ സൈലൻസർ വരുന്നത്. സൈലൻസറിന് ക്രോമിൻ്റെ ഷീൽഡ് വരും. സൈലൻസറിൻ്റെ പൈപ്പിന് ഷീൽഡ് വരും. ഫാനിന് അഡീഷണൽ ഷീൽഡ് വരും. ഫുൾ കവേർഡ് ആയിരിക്കും. അങ്ങനെ പെട്ടെന്നൊന്നും ഡാമേജ് അണ്ടർ ബോഡി ഡാമേജസ് വരാനായിട്ട് വളരെ ചാൻസ് ജൂപ്പിറ്ററിന് കുറവാണ്. ബാക്ക് സൈഡ് വരുന്ന 10 ഇഞ്ച് ട്യൂബ്ലെസ് വീലാണ്. ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസ് ബാക്ക് സൈഡിലും വരും. 120 mm ഡ്രം ബ്രേക്സ് ആണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്. പക്ഷേ UBS കോമ്പി ബ്രേക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ട് ബ്രേക്കിംഗ് എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും, ക്ലിയർ ആയിരിക്കും. ഇത് എൻട്രി ലെവൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് മോഡൽ നമുക്ക് പറയാം. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1.6 ആ റേഞ്ചിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. ഇതിന് നമുക്കൊരു 10,000 രൂപയ്ക്ക് വണ്ടി ഫിനാൻസ് ഇട്ട് റോഡിൽ ഇറക്കാവുന്നതാണ്. ഒരു 3,000 രൂപ താഴെ മാസം EMI വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി നേരെ അടുത്ത സ്കൂട്ടറിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് വരുന്ന നമ്മുടെ യമഹയുടെ ഫസീനോ എന്നുള്ള സ്കൂട്ടറാണ്. ഇത് ഒരു ഹൈബ്രിഡ് മോഡൽ തന്നെയാണ്. റേസിഡ് പോലെ തന്നെ ഹൈബ്രിഡും ഇത് നോർമലും വരുന്നുണ്ട്. ഇത് ഫസീനോ S ആണ്. ഞാൻ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. S ആകുമ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്നത് വെച്ചാൽ നമുക്ക് ഫുൾ ക്രോം പ്ലേറ്റഡ് ആയിരിക്കും. ഹെഡ്ലൈറ്റിൻ്റെ കവർ, ഇൻഡിക്കേറ്ററിൻ്റെ കവർ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഫുൾ ക്രോം പ്ലേറ്റഡ് ആയിട്ടായിരിക്കും ഫസീനോ Sന് വരിക. ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് എല്ലാം LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നുണ്ട്. 12 ഇഞ്ച് സിംഗിൾ സ്പോക്ക് അലോയ് വീൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. അതുപോലെ തന്നെ ബാക്ക് സ്പ്രിംഗ് ലോഡഡ് 5 പോയിൻ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സസ്പെൻഷൻ വരുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സ് അവൈലബിൾ ആണ്. സിംഗിൾ കാലിപ്പറുള്ള ഡിസ്ക് ബ്രേക്കാണ് ഇതിന് വരുന്നത്. അതുകൂടാതെ UBS ബ്രേക്കിംഗ് സപ്പോർട്ടും സ്കൂട്ടറിന് അവൈലബിൾ ആണ്. ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം സ്റ്റേബിളായിരിക്കും വണ്ടി, കംഫർട്ടായിട്ട് ഓടിക്കാം. നമുക്ക് ക്ലിയറൻസ് 145 mm ആണ് ഇതിന് വരുന്നത്. വീൽ ബേസ് 1260, ആകെ 99 കിലോയെ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ കോക്ക്പിറ്റിൻ്റെ ഡിസൈൻ വന്നത്. ഇത് ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡലാണ്. ഇതൊരു ടോപ്പ് ആൻഡ് വെഹിക്കിൾ ആയതുകൊണ്ട് ഫുൾ ഡിജിറ്റൽ മീറ്ററാണ് ഇതിന് വരുന്നത്. മീറ്ററിൽ നോർമലായിട്ട് നോട്ടിഫിക്കേഷൻ വരെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, അതുപോലെ തന്നെ ഡിമ്മ് ബ്രൈറ്റ്, എഞ്ചിൻ മാൽ ഫംഗ്ഷൻ വരും. കൂടാതെ അവരൊരു യമഹയുടെ ആപ്പ് ഉണ്ട്. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോളിൻ്റെ നോട്ടിഫിക്കേഷൻ, SMS, വാട്സപ്പ്, ഫോണിൻ്റെ ബാറ്ററി ചാർജ്, നാവിഗേഷൻ, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും കാണിക്കാം. അതിൽ നമുക്ക് വണ്ടി ഡിസ്പ്ലേയിൽ കാണിക്കും. സീറ്റിൻ്റെ ഹൈറ്റ് 750 mm ആണ്. ടാങ്ക് കപ്പാസിറ്റി 5 ലിറ്റർ വരുന്നുണ്ട്. അണ്ടർ സ്റ്റോറേജ് ഒരു 21 ലിറ്ററാണ് ഇതിൻ്റെ വരെ. 125 cc എഞ്ചിൻ വരും. 8.2 bhp പവർ വരുന്നുണ്ട്. ടോർക്ക് 10.3 Nm ആണ്. ടോപ്പ് സ്പീഡ് 91 km ആണ്. മൈലേജ് അടിപ്പനാണ്. 65-70 ഇടയിലാണ്. ബാക്ക് V ഷേപ്പിലുള്ള നല്ല വലിപ്പമുള്ള LED യൂസ് ചെയ്തിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ഒരു റോബോട്ടിക് ആം ഡിസൈനിലുള്ള സൈലൻസറാണ് ഇതിന് വരുന്നത്. സൈലൻസറിന് ഷീൽഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫാനിനും സൈലൻസർ പൈപ്പിനും ഫുൾ ഷീൽഡ് വരും. നമ്മുടെ കാലൊന്നും പൊള്ളില്ല. ഇതാണ് അതിൻ്റെ ഒരു കോക്ക്പിറ്റിൻ്റെ ഡിസൈൻ വരുന്നത്. സിമ്പിളായിട്ടുള്ള കോക്ക്പിറ്റ് ഡിസൈനാണ്. ഇതാണ് അതിൻ്റെ മീറ്റർ വരുന്നത്. സ്വിച്ചസ് എല്ലാം ഇപ്പോൾ നമ്മൾ ഫസീനോയിലായാലും ഫസീനോ എസ്സിലായാലും റേസർ ആയാലും റേസർ ഹൈബ്രിഡ് ആയാലും സെയിം ടു സെയിം സ്വിച്ചസ് ആണ് എല്ലാത്തിലും വരിക. ഇടത്തെ സൈഡിൽ ഡിമ്മ് ബ്രൈറ്റും ഇൻഡിക്കേറ്ററും ഹോണും വരുമ്പോൾ വലത്തെ സൈഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും സെൽഫിൻ്റെ ബട്ടണും മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലെ ഏറ്റവും ഫസ്റ്റ് സ്ഥാനം കൊടുക്കുന്നത് ജൂപ്പിറ്ററിൻ്റെ തന്നെ സ്മാർട്ട് കണക്റ്റ് വരുന്ന മോഡലിനാണ്. ജൂപ്പിറ്റർ 110 cc സ്മാർട്ട് കണക്റ്റാണ്. അതിൻ്റെ ഹെഡ്ലൈറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ ഒരു ക്രോമിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഹാലജൻ ബൾബ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇൻ്റലിജൻറ്റ് ഗോ സ്റ്റാർട്ടിങ് ടെക്നോളജി ആണ്. അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒട്ടും അറിയില്ല. ഫ്രണ്ട് 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയർസ് വരും, ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്, ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ കിട്ടും. പിന്നെ അത് കൂടാതെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്സും ബാക്ക് ഡ്രം ബ്രേക്സും വരുന്നുണ്ട്. മഡ് ഗാർഡ് ഫുൾ മെറ്റലാണ്, മഡ് ഗാർഡിന് റബ്ബറിൻ്റെ ഗാർഡ് വരുന്നുണ്ട്. വണ്ടി ഹെവി ലോഡഡ് വണ്ടിയാണ്, ഓടിക്കാനൊക്കെ വളരെ സ്മൂത്താണ്. പിന്നെ ബാക്കി ഡീറ്റെയിൽഡ് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കോക്പിറ്റിൻ്റെ ഡിസൈൻ വരുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ക്രീം കളർ എന്നൊക്കെ നമുക്ക് പറയാം. ഇതിൻ്റെ മീറ്റർ ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് ഈ സ്കൂട്ടറിന് കമ്പനി കൊടുത്തേക്കുന്നത്. സ്വിച്ചസ് എല്ലാം നോർമലായിട്ട് വരുന്ന സ്വിച്ചസാണ്. അതിപ്പോൾ 110 ആയാലും 125 ആയാലും ഏകദേശം സ്വിച്ചസൊക്കെ സെയിം ടു സെയിം ആണ്. നമ്മുടെ കൺവീനിയൻസിനായിട്ട് ഒരു USB സപ്പോർട്ട് ഉണ്ട്. അത് കൂടാതെ ഒരു 1/2 ലിറ്റർ സ്റ്റോറേജ് ഉള്ളൊരു പോക്കറ്റും ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ബോക്സസും അതുപോലെ തന്നെ വാനിറ്റി ഹുക്സും ഒത്തിരി കൊടുത്തിട്ടുണ്ട്. ക്ലിയറൻസ് വരുന്നത് 163 mm ആണ്. വീൽ ബേസ് 1275 വരുമ്പോൾ വെയിറ്റ് വരുന്നത് 107 കിലോ മാത്രമേ വരുന്നുള്ളൂ. ആക്റ്റീവയുടെ സെയിം ടു സെയിം വെയിറ്റ് ആണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഇതാണ് അതിൻ്റെ ഡിജിറ്റൽ മീറ്റർ വരുന്നത്. നോർമലി എൻടോർക്കിൽ വരുന്ന മീറ്റർ തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. അതിൽ ട്രിപ്പ് കാര്യങ്ങളെല്ലാം കാണിക്കും, ടൈം കാണിക്കും, പിന്നെ എഞ്ചിൻ്റെ ഹീറ്റ്, ഇടത്തെ സൈഡിൽ ഫ്യൂൽ ഗേജ്, പിന്നെ 2 എന്താ പറയുക സെറ്റും റീസെറ്റും ബട്ടണുണ്ട്. സെറ്റ് ആക്കി കഴിഞ്ഞാൽ 2 മോഡ് വരും. പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറയാൻ വെച്ചാൽ ഇതിൻ്റെ ആപ്പായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ കോളിന് നോട്ടിഫിക്കേഷൻ വരും, SMS, പിന്നെ വാട്സപ്പിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനിൽ കാണിക്കും. അതിൽ വോയിസ് കമാൻഡ് അസിസ്റ്റാണ്. അതിന് സെപ്പറേറ്റ് ബട്ടൺ സെൽഫ് സ്റ്റാർട്ട് ബട്ടൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് കമാൻഡ് വഴി നമ്മുടെ ഫോൺ ആക്സസ് ചെയ്യാം, നാവിഗേഷൻ എല്ലാം ആക്സസ് ചെയ്യാനുള്ള സപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫങ്ഷൻ കീ ആണ് വരുന്നത്. കീ ഇവിടെ നിന്ന് തന്നെ നമുക്ക് സീറ്റും ഫ്യൂൽ ഗേജും അല്ലെങ്കിൽ ഫ്യൂൽ ലിഡും ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഒരു ഡാർക്ക് ബ്രൗൺ കളറുള്ള സീറ്റ് വരും. കൂടാതെ ബാക്ക് സപ്പോർട്ട് വരും, റിയർ പാസഞ്ചറിന് ബാക്ക് സപ്പോർട്ടും ജുപ്പിറ്റർ ZXന് വരുന്നുണ്ട്. ഒരു അഡീഷണൽ ഒരു വൈറ്റ് സ്റ്റിച്ചിങ് വരും. ഇതാണ് റിയർ സപ്പോർട്ട്. സീറ്റിംഗ് കപ്പാസിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 ലിറ്ററാണ് അതിൻ്റെ സ്റ്റോറേജ്, 6 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. 765 mm ആണ് സീറ്റിൻ്റെ സൈസ് തന്നെ. ഒരു ജുപ്പിറ്റർ ZX എന്നുള്ള ക്രോം ബാഡ്ജിങ് അടിപൊളിയായിട്ട് 2 സൈഡിലും സീറ്റിൻ്റെ താഴെ 2 പോർഷനിൽ വരും. എഞ്ചിൻ 109 cc ആണ്, 7.8 bhp ആണ് പവർ തന്നെ, 8.8 Nm ടോർക്ക് വരും. ടോപ്പ് സ്പീഡ് 85 km ആണ്. മൈലേജ് ഒരു 65 വരെയും കിട്ടും. 5 പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ബാക്ക് സസ്പെൻഷൻ വരുന്നുണ്ട്. ബാക്കിൽ ഫ്യൂൽ ഫില്ലിങ് എക്സ്റ്റേണൽ ആണ്, നമുക്ക് സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാൻ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. അതുകൂടാതെ ജുപ്പിറ്ററിൻ്റെ ബാഡ്ജിങ് അതിൻ്റെ മേളിൽ വരും. E20 ഫ്യൂൽ സപ്പോർട്ടഡ് ആണ്. ബാക്കി ടെയിൽ ലാംപ്സിനെ കുറിച്ച് പറയുന്നത് സ്ക്വയർ ടൈപ്പ് LED ടെയിൽ ലാംപ്സ് വരും. ഹാലജൻ ബൾബ് യൂസ് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. സൈലൻസറിന് ഒരു ക്രോം കളറുള്ള ഗാർഡ് വരുന്നുണ്ട്. ഫാനിനും അതുപോലെ തന്നെ സൈലൻസർ പൈപ്പിനും ഫുൾ ഗാർഡ് വരും, നമ്മുടെ കാല് പൊള്ളാണ്ടിരിക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ 1ാം സ്ഥാനത്തെ സ്കൂട്ടറിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും മറക്കാതെ ലൈക്ക്